ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലും കണ്ടപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിക്കാണും. അതെ, ഞങ്ങൾ ഇന്ന് യാക്കരയിലോട്ട് പോവാണ്. യാക്കരയിലെ രാജുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഈ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ യാത്രയിൽ ഞാനും കുഞ്ഞിപ്പെണ്ണും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു യാത്ര. എൻ്റെ വീട്ടിൽ നിന്ന് രാജുവിൻ്റെ വീട്ടിലോട്ടേക്ക് ഏകദേശം ഒരു 45 to 50 മിനിറ്റ്സ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷേ എന്നാലും പേഴ്സണലി എനിക്കിത് വലിയൊരു ലോങ് ജേർണി ആയിട്ട് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ അവളെയും കൊണ്ട് തനിച്ച് യാത്ര ചെയ്യാൻ പോകണം. കാരണം ഇത്രയും കാലം, ഇപ്പോൾ മോൾക്ക് 15 മാസം കംപ്ലീറ്റ് ആവാറായി. ഇത്രയും ഈ 15 മാസം ഡെലിവറിക്ക് ശേഷമുള്ള ഈ 15 മാസം അമ്മ എൻ്റെ കൂടെ ഭയങ്കര ഒരു സപ്പോർട്ടിങ് സിസ്റ്ററായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എവിടെ പോവുകയാണെങ്കിലും അമ്മയുണ്ട്. അതേപോലെ ഡെലിവറിക്ക് നാട്ടിൽ വന്നപ്പോൾ തൊട്ടും എല്ലാ കാര്യത്തിനും അമ്മ എൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. അപ്പം ഞാനും കൂടെ ഒന്ന് ചൂസ് ചെയ്തതാണ് ഇതെനിക്ക് തനിച്ച് പോകണം എന്നുള്ളത്. അമ്മ ഓൾറെഡി വരുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനായിട്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ ഓട്ടോയിൽ പോവും, അവിടെ ഇറങ്ങും, തിരിച്ച് ഓട്ടോയിൽ തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ കുറച്ച് ഈസി ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് അവളുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അവളെയും ഞാൻ ടേക്ക് കെയർ ചെയ്ത് ഒറ്റയ്ക്ക് പോകണമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ച കാര്യമാണ്. അപ്പം അവളെങ്ങനെ സഹകരിക്കും, എന്തെങ്കിലും ബഹളം കാണിക്കുമോ, എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ അത് അറിയാനും എക്സൈറ്റഡ് ആണ്. അപ്പം ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം, എല്ലാത്തിലും ഞാൻ ഭയങ്കര പ്രിപ്പയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ റെഡി ആവുന്നുണ്ട്. അവൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി ഉച്ച സമയം ആവാറായി, ഒരു 11:30 11:45 ആ ഒരു ടൈം ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ലഞ്ച് ഓൾറെഡി അവൾക്ക് കൊടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ കുറച്ചുകൂടി ബസ്സിലൊക്കെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഇപ്പോൾ ഒരു മുന്നത്തെ പോലെ അവൾ മോർണിംഗ് നാപ്പ് എടുക്കാറില്ല. അപ്പോൾ ആഫ്റ്റർനൂൺ ലഞ്ചിന് ശേഷം ഒരു 2 to 2.5 hours കഷ്ടിച്ചൊരു നാപ്പ്, അത് മാത്രമേ അവൾ ഒരു ഡേയിൽ അവൾ എടുക്കുന്നുള്ളൂ. പിന്നെ നൈറ്റുള്ള ഉറക്കം മാത്രമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ പരസ്പരം, ഇപ്പം ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അമ്മ എനിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അതായത് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരാളായിട്ട് നോക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രൂണോ. ഞാൻ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് അവൻ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു ഹാപ്പിനെസ്സാണ് അവൻ. അതെനിക്ക്, ഈ ഹാപ്പിനെസ് എനിക്ക് തന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും. അപ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തൊട്ട്, നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നത് തൊട്ട്, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പുറത്ത് പോകണമെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് നമ്മൾ പോയിട്ട് വരാം എന്ന് ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഓക്കെ, പോയിട്ട് വരാം, പിന്നെ കാണാം, ഇല്ല ഇനി ഇന്ന സമയത്ത് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഞാൻ അതേ ഒരു റൊട്ടീനാണ് ഞാൻ അവനും കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ, ആ ചെറുപ്പം മുതൽ അവനെ ഏകദേശം ഒരു 1 month 5 days, അവൻ്റെ ബർത്തിന് ശേഷം 1 month 5 days ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ്. അന്ന് തൊട്ട് ഇപ്പം അവന് 1 വയസ്സും 4 മാസവും കഴിഞ്ഞു. സോ ഇപ്പോൾ വരയ്ക്കും ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഞാൻ അവനോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞ്, കുറുമ്പ് കാണിക്കരുത്, നല്ല കുട്ടിയായിട്ടിരിക്കണം, അങ്ങനെ എല്ലാം ഞാൻ അവനോട് ശരിക്കും നമ്മൾ മനുഷ്യരോട് എങ്ങനെയാണോ സംസാരിക്കുക ഞാൻ അതുപോലെ അവനോട് സംസാരിച്ച് പറഞ്ഞിട്ടാണ് ഇറങ്ങുക. അത് അവനും ശരിക്കും അത് അവനൊരു റുട്ടീനായിട്ട് മാറി. കാരണം ഞാൻ ഇവിടുന്ന് ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ അവനോട് ഇൻഫോം ചെയ്യാതെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ വരുന്നവരെ അവൻ കുരയ്ക്കും. അത് അമ്മയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമ്മയും എന്നോട് പറയാറുണ്ട്, നീ അവനോട് പറഞ്ഞിട്ടിറങ്ങുകയെന്ന്. ഇപ്പം ഞാൻ പുറത്ത് പോകുമ്പോൾ അനിയനോട് പറഞ്ഞില്ലെങ്കിലും അമ്മയോട് പറഞ്ഞില്ലെങ്കിലും നീ അവനോട് പറഞ്ഞിട്ടിറങ്ങുകയെന്ന് അമ്മ പറയാറുണ്ട്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ, എനിക്ക് അവനെ ചീത്ത പറയാനോ ഇല്ലെങ്കിൽ കുറുമ്പ് കാണിക്കുമ്പോൾ അടിക്കാനോ ഒന്നും എനിക്ക് മനസ്സ് വരില്ല. പക്ഷേ അവന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയില്ലാത്തൊരു സാധനം അത് ഞാൻ മാത്രമാണ്. എന്നെ അവൻ്റെ ലെവൽ ലേശം അവന് വനില്ല. അവൻ്റെ എല്ലാ വികൃതിത്തരും അവൻ എൻ്റെ അടുത്ത് കാണിക്കും. ഇട്ട് മറിഞ്ഞ് അങ്ങനെ എന്താ പറയുക, നമ്മളെ ഇട്ട് അങ്ങ് നശിക്കിയെടുക്കും. അങ്ങനെ അവൻ്റെ കയ്യിലുള്ള എല്ലാ കുരുത്തക്കേടും അവൻ എന്നോട് കാണിക്കും. കാരണം അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും അവനോട് കളിക്കാനും നിൽക്കും, അതുപോലെ അവനെ വഴക്ക് പറയും. ചിലപ്പോൾ അവൻ കുറുമ്പ് കാണിച്ച് അവന് ഒരു 2 അടി കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ എനിക്കത്, അവർ ചെയ്താൽ പോലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ബ്രൂണോനോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതിന് മുന്നേ തന്നെ അമ്മയും അവളും പുറത്തിറങ്ങിയിരുന്നു. പിന്നെ അമ്മയ്ക്ക് അതൊക്കെ ഒരു വിശ്വാസമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് 3 പേര് ഒരുമിച്ച് ഇറങ്ങരുത്, അങ്ങനത്തെയൊക്കെ കുറച്ച് കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ് അമ്മ.
അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം ഞങ്ങൾ ബസ് കാത്തിരുന്നു. നമ്മൾ ഏത് റൂട്ടിലാട്ടോ ആണോ പോവേണ്ടത് ആ റൂട്ടിലോട്ട് ബസ് നമ്മൾ എത്ര വെയിറ്റ് ചെയ്തിരുന്നാലും നമുക്ക് വരില്ല. പക്ഷെ അതേത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് ഒന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോവേണ്ട സ്ഥലത്തേക്ക് ബസ്സുകൾ നല്ലോണം വരും. അതാണ്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്തോട്ടേക്ക് പോകേണ്ട ബസ്സുകളെല്ലാം നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകേണ്ട ബസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കുള്ള ബസ് മാത്രം വരുന്നില്ല. ഇതിനകത്ത് ഒരു ബസ് നിർത്താതെയും പോയി. പിന്നെ ഞങ്ങളങ്ങനെ കുറേ നേരം നിന്ന് ഇവള് കുറേ നേരം കളിക്കലും ഇതാവലും ഞാനവിടെ ഇത്തിരി ചമ്മലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയി അവസാനം ബസ് വന്ന് ഞങ്ങൾ ബസ്സിനകത്ത് കയറി. പിന്നെ കുറച്ച് അവൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും കുറേ വണ്ടികൾ നോക്കാനും അങ്ങനെയൊക്കെ നിന്നു. കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് ജസ്റ്റ് അവൾ നന്നായിട്ടൊന്ന് ഫീഡ് ചെയ്തപ്പോൾ അവൾ എനിക്ക് ഉറങ്ങി സഹകരിച്ചു. അത് വേണം ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ. അവളങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ അവൾ ഉറങ്ങി സഹകരിച്ചു എന്ന് വേണം പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ യാക്കരയിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരമായിട്ട് സംസാരിക്കാൻ നോക്കി. രാജു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ധൈര്യമായിട്ട് അവളെ കൊണ്ട് തൊടിയിച്ചേനെ, ചിലപ്പോൾ ആനപ്പുറത്ത് കയറ്റിയേനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആ ചേട്ടൻ ആനേനെ തൊടണമെന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ആനേനെ കൊണ്ടുപോയി തൊടിച്ചു. പിന്നെ ആന ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അവൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ യാക്കരയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ആനയൂട്ട്. ആനയൂട്ടിന് ഇന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി, അതാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. എനിക്ക് വലിയ ആനക്കമ്പം അങ്ങനെ ഉള്ള ഒരാളൊന്നുമല്ല, പക്ഷെ എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ രണ്ട് മഹാന്മാരെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 10 സാധനം മേടിച്ചുകൊണ്ട് വരാനായിട്ട് ഇവർക്ക് ഒരു ലിസ്റ്റ് കൊടുത്താൽ ഇവർ 5 സാധനം മേടിച്ച് 5 സാധനം മറന്നു വരും. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ആനേനെ കാണാൻ വേണ്ടി വന്ന ആ ടൈം കൊണ്ട് തന്നെ ഇവരൊരു 2-3 വട്ടം കടയ്ക്ക് പോയി തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ ഇവൾ ചെറിയച്ഛൻ്റെ കൂടെ കയറിയതാണ്. ഞങ്ങളിവിടെ നിന്ന് ടാറ്റ എന്ന് പറഞ്ഞ സമയത്ത് അവളുടെ വിചാരം ഞങ്ങളാണ് ടാറ്റ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ചാടിക്കയറി. അപ്പോൾ ആനേനെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് രാജുൻ്റെ മാമ പഴം കൊടുത്തതാണ്. ഇപ്പം ആനയ്ക്ക് ആനയൂട്ടിനുള്ള സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. ചോറ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അകത്തേക്ക്. ഏകദേശം പരിപാടി തുടങ്ങാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗൗരി വലിയമ്മയുടെ കൂടെ എൻ്റെ പ്രൊഡക്റ്റ് പോയിട്ടുണ്ട്. എന്നെ മറന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം സാധനങ്ങളെല്ലാം അവിടെ ഒരുക്കി വെച്ച് നമ്മുടെ ഗോവിന്ദൻകുട്ടീനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് പൂജ സ്റ്റാർട്ട് ചെയ്യും. പൂജ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം ഓരോരുത്തരായിട്ട് കൊടുക്കുകയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ആനയൂട്ട് കാണുന്നതും അതിനകത്ത് പങ്കെടുക്കുന്നതും എൻ്റെ ലൈഫിൽ ആദ്യമാണ്. അപ്പം അവിടെ പൂജയെല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഇവളെയും കൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗാനമേള കേൾക്കാനുള്ള ഒരു അവസരം ഞങ്ങളിപ്പോൾ അമ്പലത്തിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് എൻ്റെ കഴിവ് ഞാനങ്ങ് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് പിന്നീട് കേട്ട് നോക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ സമയത്ത് അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പട്ടാളം സിനിമയിലെ ആണെന്ന് തോന്നുന്നു. പമ്പാ ഗണപതി പാരിൻ്റെ അധിപതി ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൂടെ പാടുന്നുണ്ട്. പക്ഷെ അതെനിക്ക് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ കളിയാക്കും. നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ എൻകറേജ് ചെയ്യും. മേ ബി അവർ നമ്മളിലുള്ള തെറ്റൊക്കെ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കുറച്ചുകൂടെ കറക്റ്റാക്കും എന്നുള്ള നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമായിരിക്കും വരിക. പക്ഷെ നമുക്കറിയുന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാർ അത് നമ്മളെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ കളിയാക്കും. അങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ കൂടെ തന്നെ കൂട്ടിയിട്ട് നടക്കുന്നതുകൊണ്ട് ഞാനത് അങ്ങനെ നമ്മുടെ അവിടുത്തെ പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇത് 3ാമത്തെ കൊല്ലമാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ് എനിക്കിതിൽ പങ്കെടുക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല. കാരണം കഴിഞ്ഞ കൊല്ലം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുമായിരുന്നു. അതിൻ്റെ മുന്നത്തെ കൊല്ലം ഞാൻ ഈ ടൈമിൽ അബ്രോഡായിരുന്നു. സോ എനിക്ക് ആ 2 പ്രാവശ്യം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ദൈവം സഹായിച്ച് എനിക്ക് ഇതെൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അപ്പം കൊണ്ടുവന്ന ഭക്ഷണങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് നമ്മുടെ ഗോവിന്ദൻകുട്ടീനെയും ഭക്ഷണത്തിനെയൊക്കെ പൂജ കഴിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം പൂജയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തിരുമേനി തന്നെയാണ് നമ്മുടെ ഗോവിന്ദൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്.
അപ്പോൾ തിരുമേനി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം ഓരോരുത്തർക്കായിട്ട് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അവൾക്ക് അവളുടെ സൈസിന് ഇത് ഇത്രയും വലിയൊരു രൂപത്തിന് മുന്നിൽ കണ്ടിട്ട് അവളത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അത് കൊടുക്കാൻ പോയി. അപ്പോൾ എനിക്ക് ഉരുളച്ചോറാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ സ്നേഹ ചേച്ചിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ വായ്ക്കകത്ത് വെച്ച് കൊടുക്കണോ ഇല്ല എങ്ങനെയാണെന്നുള്ളത്. കാരണം അറിയില്ലല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ ആനേനെ ഇങ്ങനെ കണ്ടു എന്നല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുപ്പത്തിലെങ്ങാണ്ട് ആനയുടെ പുറത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് ഭയങ്കര ചെറിയതല്ലായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തു, അനുഗ്രഹം തന്നു. പിന്നെ നമ്മൾ തറയിലുള്ള ഓരോ ആൾക്കാരായിട്ട് കൊടുക്കുകയാണ്. കിച്ചുവിൻ്റെ കാര്യം ഞാൻ പറയാം. കിച്ചു ലൈന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം അവൻ ഈ ഉമ്മറത്തേക്ക് ഈ ലൈനിൽ ഉമ്മറത്തെത്താനായിട്ട് ഒരുപാട് പെട്ടു. ഇനി അവൻ പേടിച്ചിട്ടാണോ എന്നറിയില്ല. ഓരോരുത്തരായിട്ട് മുന്നിൽ നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിലാക്കിയിട്ട് ഇവൻ ബാക്കിൽ നിന്ന് അവസാനമാണ് അവൻ ഈ ആനയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവൻ അവസാനം നമ്മുടെ ഗോവിന്ദൻകുട്ടിക്ക് ഫുഡ് കൊടുത്തു. അതിനുശേഷം പിന്നെ വീണ്ടും നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുക്കണം. കാരണം നമ്മളുള്ള ഭക്ഷണം ഫുള്ളും നമ്മൾ അവന് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണം എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരിക്കൽ ഉരുളച്ചോറ് കൊടുത്തെങ്കിലും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവളുടെ കൈ കൊണ്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ആപ്പിളാണ് കിട്ടിയത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾ ആപ്പിൾ കൊടുക്കുമെന്ന്. കാരണം അടുത്ത് പോയതിന് ശേഷം ഇല്ല തരില്ല എന്ന് പറയുകയോ ഇല്ലെങ്കിൽ അത് കൊടുത്തതിന് ശേഷം കരയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവൾ അത് മുറുക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവൾ ഏകദേശം കൊടുത്ത് സഹകരിച്ചു. നമ്മളവിടെ പോയി നിന്നപ്പോൾ ഓൾറെഡി അവൻ വായിൽ ഭക്ഷണം ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് വായിൽ വെച്ച് കൊടുക്കാതെ നമ്മൾ തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്തിട്ട് ഇതാക്കി. അങ്ങനെ നമ്മുടെ ആനയൂട്ട് അതിഗംഭീരമായിട്ട് ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. ഇനി ഇവൻ അടുത്ത കൊല്ലമായിരിക്കും നമ്മുടെ ആനയൂട്ടിനായിട്ട് നമ്മുടെ യാക്കരയിൽ വരുന്നത്. അപ്പോൾ അന്ന് രാത്രി നമ്മുടെ വീട്ടിൽ ഭഗവതി സേവയുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ദേവീനെ കുടിയിരുത്തിയിരിക്കുന്നത് കൊണ്ട് ഇത് നടത്തുന്നത് നല്ലതിനായിട്ടാണെന്ന് തോന്നുന്നു നടത്തുന്നത്. അതേപോലെ നമ്മുടെ കുറച്ച് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ പൂവ് കാര്യങ്ങൾ തുളസി അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ പാട്ടുണ്ട്. അപ്പോൾ ഭഗവതി സേവയ്ക്കുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരുമേനി ഓൾറെഡി വന്നിട്ട് നമ്മൾ അതിൻ്റെ പൂജയ്ക്ക് തൊട്ട് മുൻപ് അവർ ചെയ്യേണ്ട കുറച്ച് തയ്യാറെടുപ്പുകളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇതുവരെ ഭഗവതി സേവ എന്നുള്ള ആ ഒരു പൂജയ്ക്കകത്ത് ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ഇവളും എല്ലാവരും ഉണ്ട്, അച്ചാച്ചൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മൾ പ്രസാദമൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.